കേരളത്തിൽ ടോട്ടലായിട്ട് 16 ചുരങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളുമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. പേരമ്പാടി ചുരം, അത് കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. രണ്ടാമതായി പറയാൻ പോകുന്നത് പെരിയ ചുരം. പെരിയ ചുരം മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം. പാൽ ചുരം കണ്ണൂരിനെയും വയനാടിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽ ചുരം. അടുത്തതായിട്ട് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഇതിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ ആണ് NH 766. പിന്നീട് അടുത്തതായിട്ടുള്ള ചുരമാണ് നാടുകാണി ചുരം. നാടുകാണി ചുരം നിലമ്പൂരിനെയും ഗുണ്ടല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം. പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ്. പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ ആണ് NH 544. ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കിയെയും മധുരയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ ആണ് NH 85. അത് കമ്പം ചുരം തൊടുപുഴയെയും തേനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം. ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ NH 744. ആലുവാമൊഴി ചുരം, ഇത് തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചുരമാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരവും ആലുവാമൊഴി ചുരമാണ്. കർക്കൂർ ചുരം, ഇത് കേരളത്തെയും നീലഗിരിയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കർക്കൂർ ചുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ചുരമാണ് ആലട്ടി ചുരം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലൂടെ